അഞ്ജലി, നീ എന്തടി കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ പേരിൽ മാട്രിമോണിയൽ സൈറ്റിൽ ഒരു പ്രൊഫൈൽ ഉണ്ട്. നിന്നോട് ആരാ പറഞ്ഞേ? ചേച്ചി, നിന്റെ കല്യാണം നടക്കാൻ നമ്മൾ എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. എന്തായാലും നീ സമ്മതിക്കില്ലെന്ന് നമുക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത്. ആ ചേട്ടൻ നല്ല ആളാണ്, ബിസിനസ്സുകാരനാ. സംസാരിച്ചപ്പോ നിനക്ക് ചേരുന്ന ആളാണെന്ന് തോന്നി, അതാ. നിനക്കത് ഭ്രാന്താണോ? എനിക്ക് കല്യാണം ആലോചിക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? എന്തിനാടി ഈ പ്രൊഫൈൽ ഉടക്കി നാട്ടുകാരെ പറ്റിക്കുന്നേ? നിന്റെ ആദർശം കാരണേ നശിക്കുന്ന എന്റെ ജീവിതമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ പോലും വിവാഹം ചെയ്യാൻ പറ്റില്ല എന്നായോ? നിനക്ക് വേണ്ടി ഞാൻ എന്തിനാ എന്റെ ജീവിതം ഹോമിക്കുന്നേ? അഞ്ജലി പറയുന്നതിനെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക് കാവ്യ. അവൾക്കും കാണുന്ന ജീവിതത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങള്. നീ ഇങ്ങനെ ഒഴിഞ്ഞുമാറി നടന്ന അവളെ കാര്യങ്ങളെല്ലാം നടക്കുവോ? അതിന് എന്നെ ഇങ്ങനെ ചതിക്കണമായിരുന്നു അമ്മ. ഒന്നും അറിയാത്ത ഒരാളുടെ മുന്നിൽ എന്തിനാ എനിക്കിങ്ങനെ നാണം കെടുത്തിയേ? മോളെ, അഞ്ജലി ചെയ്തത് തെറ്റായിരിക്കാം. നിന്നെ നിർബന്ധിക്കാനും ആർക്കും അധികാരമില്ല. പക്ഷെ നീ കാരണം നിന്റെ അനിയത്തിയുടെ ജീവിതം വഴിമുട്ടരുത്. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ?